നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഉന്നത ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ലെബനിലെ സമീപകാല ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്രായേലിലെ കമാൻഡ് ബേസ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള. മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ വിസാം ഹസൻ തവിൽ, ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂരി എന്നിവർ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വിസാം തവിൽ കൊല്ലപ്പെടുന്നത്. പിന്നാലെ ഇസ്രായേൽ നഗരമായ സഫേദിലുള്ള കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയുള്ള ഡ്രോൺ ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും കടുപ്പിച്ചുവെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെട്ടത്. സഫേദിലെ കമാൻഡ് സെന്ററിന് സമീപത്ത് ശത്രുക്കളുടെ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിയത്. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്ന നേതാവാണ് വിസാം ഹസൻ. കഴിഞ്ഞ 3 മാസത്തിനിടെ നടക്കുന്ന ഏറ്റുമുട്ടലിനിടെ ഇതാദ്യമായാണ് ഒരു കമാൻഡർ കൊല്ലപ്പെടുന്നതെന്നും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇയാളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ തെക്കൻ ലെബനൻ ഗ്രാമമായ ഗിർബിത് സൽമിൽ നടന്നു. ഗിർബിത് സെം ഏരിയയിൽ ഒരു കാറിന് നേരെ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടത്. ദക്ഷിണ മേഖലയിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുള്ളതായാണ് വിസാം അൽ തവീവ്. കഴിഞ്ഞ ആഴ്ച ഹമാസിന്റെ ഉപനേതാവ് സാലിഹ് അൽ അറൂരി ലെബനിൽ വെച്ച് കൊലപ്പെടുത്തിയത് വൻ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെ നിലവിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിന് ഹിസ്ബുള്ളയും ഭാഗമാകുമോ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. തങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയിലാണ് വീണ്ടും ഒരു കൊലപാതകം ഇസ്രായേൽ നടത്തിയത്. ലെബനനെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ശനിയാഴ്ച യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറലും പലവിധ ചർച്ചകളും നടത്തിയിരുന്നു. ലെബനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിൽ ഗതികേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള കഴിഞ്ഞയാഴ്ച ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെക്കൻ ലെബനിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണം കാരണം 10,000-കണക്കിന് ആളുകൾ പലായനം ചെയ്തതിനു ശേഷം അവിടെ സുരക്ഷ പുനഃസ്ഥാപിക്കേണ്ടതിന് പ്രാധാന്യത്തെക്കുറിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. അതേസമയം ഗാസയിൽ കരയുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ 24 മണിക്കൂറിനിടെ 9 ഇസ്രായേൽ സൈനികരെ ഹമാസ് വധിക്കുകയും ചെയ്തു. തെക്കൻ മധ്യ ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ കണ്ടെത്തി ആക്രമിക്കാൻ നിയോഗിക്കപ്പെട്ട എഞ്ചിനീയറിംഗ് യൂണിറ്റുകളിൽ നിന്നുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 4 സൈനികർ കൊല്ലപ്പെട്ടെന്നായിരുന്നു ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നത്. എന്നാൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 9 ആണെന്ന് ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതോടെ ഒക്ടോബർ 7 ശേഷം പലസ്തീനിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 187 ആയി ഉയർന്നു. ഇതിനിടെ ലബനാനിലെ തെക്കൻ പട്ടണമായ ഗഡൂറിയയിൽ വാഹനത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 3 ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടു. അതിർത്തി ഗ്രാമങ്ങളിൽ കൂട്ടപലായനം നടക്കുന്നതും ആയി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽഖറമിൽ 3 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിന് മുകളിലൂടെ ഇസ്രായേൽ സൈനിക വാഹനം ഓടിക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 23,210 ആയി ഉയർന്നു.